അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്ന് നമ്മൾ ഒരുമിച്ചു കൂടിയിരിക്കുന്ന നമ്മുടെ കൽബുകളെ തൊട്ടുണർത്തുന്ന ഈമാനിൻ്റെ വെളിച്ചം നിറക്കുന്ന ഒരു ഓർമ്മ പുതുക്കാനാണ്. ജീവിതം, മരണം, വിധിവിശ്വാസം എന്നിവയെക്കുറിച്ചെല്ലാം നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം. മദീനയുടെ പുണ്യമണ്ണിൽ വെച്ച് തൻ്റെ 16-ാം വയസ്സിൽ റബ്ബിൻ്റെ വിളിക്കുത്തരം നൽകി യാത്രയായ പ്രിയ സഹോദരൻ മുഹമ്മദ് അൻസിലിൻ്റെ ഓർമ്മകളാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ഇതൊരു വേർപാടിൻ്റെ കഥ മാത്രമല്ല, മനോഹരമായ ഒരു മടക്കയാത്രയുടെ, ഒരു വിശ്വാസിയുടെ ഭാഗ്യം നിറഞ്ഞ അന്ത്യയാത്രയുടെ കഥ കൂടിയാണ്. കോഴിക്കോട് കുന്നമംഗലത്തു നിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട അനിയൻ മുഹമ്മദ് അൻസിൽ. അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ഉംറ നിർവഹിക്കുക എന്നത്. ആ ആഗ്രഹം നിറവേറ്റാനായി തൻ്റെ പ്രിയപ്പെട്ട വല്യുപ്പയുടെയും വല്യുമ്മയുടെയും കൈപിടിച്ച് അവൻ പുണ്യഭൂമിയിലെത്തി. മക്കയിലെ കഅബാലയത്തിൽ, സഫയിലും മർവയിലുമെല്ലാം ആ കുരുന്നു ഹൃദയം റബ്ബിനെ വാഴ്ത്തി. ശേഷം അവർ പ്രവാചകന്റെ നഗരിയായ മദീനയിലെത്തി. റസൂലിൻ്റെ ചാരത്ത് സലാം പറയാനും റൗള ഷരീഫിൽ നമസ്കരിക്കാനും ഭാഗ്യം ലഭിച്ച ആ നിമിഷങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പരം വലിയ സൗഭാഗ്യം വേറെന്തുണ്ട്? ആ യാത്രയുടെ അവസാന രാത്രി പുലർച്ചെ അവൻ എഴുന്നേറ്റു വുദു എടുത്തു ഒരു ദീർഘയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതുപോലെ അവൻ ഒരുങ്ങിയിരുന്നു. അവൻ്റെ മനസ്സിൽ ഒരേയൊരു ആഗ്രഹം മാത്രം, തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഒന്ന് കാണണം. എനിക്ക് ഉമ്മാനെ കാണണം എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞപ്പോൾ നേരം പുലർന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് വല്യുമ്മ അവനെ ആശ്വസിപ്പിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ വിധി മറ്റൊന്നായിരുന്നു. അവൻ്റെ ആത്മാവ് മറ്റൊരു ലോകത്തേക്ക് യാത്ര പറയാൻ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ആ നിമിഷം ഒരു മകന്റെ ഹൃദയം നുറുങ്ങുന്ന ആ അവസാന വാക്കുകൾ അവൻ മൊഴിഞ്ഞു. ഉമ്മയോട് ഞാൻ പോയി എന്ന് പറഞ്ഞേക്കണേ. ആ വാക്കുകൾക്ക് ശേഷം ശാന്തമായി അവൻ ഷഹാദത്ത് കലിമ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കലിമയുടെ പൂർണ്ണതയിൽ ഒരു പ്രയാസവുമില്ലാതെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അവൻ ആ കട്ടിലിൽ കിടന്നു. പുലർച്ചെ 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ് സുബഹി ബാങ്കിന് തൊട്ടുമുമ്പായി ആ ആത്മാവിനെ അല്ലാഹു തിരിച്ചെടുത്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയമുള്ളവരെ, ഈ സംഭവത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. ഹുസ്നുൽ ഖാത്തിമ, മനോഹരമായ അന്ത്യം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഈമാനോടു കൂടിയ ഒരു മരണം. റസൂൽ പഠിപ്പിച്ചു, ആരുടെ അവസാനത്തെ വാക്ല ഇലാഹ ഇല്ലല്ലാ എന്നാണോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അൻസിൽ എന്ന സഹോദരന് ആ സൗഭാഗ്യം ലഭിച്ചു. പുണ്യഭൂമിയിൽ പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ കലിമ ചൊല്ലി മരിക്കാൻ സാധിച്ചത് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മക്കയിലും മദീനയിലും വെച്ച് മരണപ്പെടുന്നതിന് ഇസ്ലാം വലിയ പുണ്യം കൽപ്പിച്ചിട്ടുണ്ട്. ആ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളാൻ കൊതിച്ച് എത്രയോ സ്വഹാബികളും പണ്ഡിതന്മാരും നമുക്ക് മുന്നിലുണ്ട്. ലോകത്തിലെ ഏറ്റവും പുണ്യവാന്മാരായ സ്വഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ ബഖീയിൽ ഒരു ഖബർ ലഭിക്കുക എന്നത് ഏതൊരു വിശ്വാസിയുടെയും സ്വപ്നമാണ്. അല്ലാഹു ആ കുരുന്നു സഹോദരന് ആ ഭാഗ്യവും നൽകി ആദരിച്ചു. ഒരു 16-കാരൻ്റെ മരണം നമ്മെ വേദനിപ്പിക്കാം. എന്തിനെപ്പോൾ എന്ന് നാം ചിന്തിച്ചു പോവാം. പക്ഷേ അല്ലാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെടലാണ് ഈമാനിൻ്റെ കാതൽ. അല്ലാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ്. ഒരു പക്ഷേപാപങ്ങൾ ചെയ്യാൻ അവസരം ലഭിക്കുന്നതിന് മുമ്പ് ഏറ്റവും പരിശുദ്ധമായ അവസ്ഥയിൽ അവനെ തിരിച്ചു വിളിച്ചതായിരിക്കാം അല്ലാഹു അവന് നൽകിയ ഏറ്റവും വലിയ കാരുണ്യം. ആ അവസാന നിമിഷത്തിലും അവൻ ഓർത്തത് തൻ്റെ ഉമ്മയെയാണ്. ഉമ്മയുടെ സ്ഥാനം ഇസ്ലാമിൽ എത്ര വലുതാണെന്ന് നമുക്കറിയാം. ആ മകന്റെ അവസാന സന്ദേശം അവൻ്റെ ഉമ്മയുടെ കൽബിന് ഒരു വേദനയായിരിക്കാം, പക്ഷേ അതോടൊപ്പം ഒരു ആശ്വാസവുമാണ്. കാരണം അത്രമേൽ സ്നേഹമുള്ള ഒരു മകനെയാണ് അവർക്ക് ലഭിച്ചത്. ആ മകൻ അവർക്ക് വേണ്ടി നാളെ പരലോകത്ത് ഒരു ശുപാർശകനായിരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ആ പ്രായമായ വല്യുപ്പയും വല്യുമ്മയും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്നപ്പോൾ താങ്ങും തണലുമായി എത്തിയത് മദീനയിലെ KMCC പ്രവർത്തകരാണ്. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് സഹോദരനാണെന്ന പ്രവാചക വചനം അവർ അന്വർത്ഥമാക്കി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ചു നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, മരണമെന്ന യാഥാർത്ഥ്യത്തെ നാം ഓരോ നിമിഷവും ഓർക്കണം. അത് എപ്പോൾ, എവിടെ, എങ്ങനെ നമ്മളെ തേടിയെത്തുമെന്ന് ആർക്കും അറിയില്ല. അൻസിലിൻ്റെ ജീവിതം നമ്മോട് പറയുന്ന പ്രായമല്ല നാം അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാണോ എന്നതാണ് പ്രധാനം എന്നാണ്. നമുക്കും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അള്ളാഹുവേ, ഞങ്ങളുടെ അവസാനവും
നീ ഇപ്രകാരം കലിമ ചൊല്ലി മരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണമേ. ഞങ്ങളുടെ അന്ത്യവും നീ പുണ്യമാക്കേണമേ. നമുക്കെല്ലാവർക്കും ആ സഹോദരനു വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അല്ലാഹുവേ, മുഹമ്മദ് അൻസിൽ എന്ന സഹോദരന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണമേ. സ്വർഗീയ ആരാമങ്ങളിൽ ഒന്നാക്കണമേ. അവനെ ജന്നത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കണമേ. ആ മകന്റെ വേർപാടിൽ വേദനിക്കുന്ന അവന്റെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും നീ സബ്റുൻ ജമീൽ നൽകണമേ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെ ഒരുമിച്ചു കൂട്ടണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.